അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. കണ്ടിന്യൂറ്റി എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻസ് പറഞ്ഞു. പിന്നെ പറഞ്ഞു റാഷണൽ ഫങ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് എക്സാമ്പിൾ 17 ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് സൈൻ ഫംഗ്ഷൻ. അതായത് സൈൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് നോക്കാം. അതുകൊണ്ട് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കാം. അപ്പോൾ കണ്ടിന്യൂറ്റി നമ്മൾ ഡിഫൈൻ ചെയ്തു അല്ലേ. LHL ഈക്വൽ ടു RHL ഈക്വൽ ടു അല്ലേ. ഇപ്പം 0യിലാണ് ഇതിൻ്റെ എഫ് ഓഫ് 0. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0. സി ആണ് ഇവിടെ എഫ് ഓഫ് സി വരും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂറ്റി ഡിഫൈൻ ചെയ്തത്. ഇനി സൈൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എക്സ് ഈക്വൽ 0യിൽ കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ വെറുതെ ഡെഫിനിഷൻ അനുസരിച്ച് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് അല്ലേ. എക്സ് സൈൻ 0 സൈൻ 0 എന്ന് വരും. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞു വെക്കാം. പക്ഷേ ഇതിലൂടെ വിശദീകരിച്ച് നമ്മൾ വേറൊരു മെത്തേഡിലും കൂടി ഇത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ലിമിറ്റിൻ്റെ ചാപ്റ്റർ പഠിച്ചപ്പോൾ അല്ലേ എക്സിന് അതായത് എച്ച് മെത്തേഡിൽ അല്ലേ എച്ച് മെത്തേഡിൽ നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ ആ എച്ച് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ചെയ്യാം. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു അപ്പോൾ നമ്മൾ എച്ച് മെത്തേഡ് നമ്മൾ ചെയ്യുമ്പോൾ ഈ എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എക്സ് ഈക്വൽ ടു സി പ്ലസ് എച്ച് എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കുന്നു. അപ്പം നമ്മുടെ കണ്ടിന്യൂറ്റി നമ്മൾ ചെയ്യുമ്പോൾ അല്ലേ സി ഒരു റിയൽ നമ്പർ ആയിട്ട് എടുത്താൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ എഫ് ഓഫ് സി നമുക്ക് കിട്ടണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് ചെയ്ത അല്ലേ സൈൻ സി എന്ന് കിട്ടും അല്ലെ. സൈൻ 0 ആയതുകൊണ്ട് എഫ് ഓഫ് 0 എന്ന് കിട്ടും. ഈ എച്ച് മെത്തേഡിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ എക്സിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. എക്സ് ഈക്വൽ ടു സി പ്ലസ് എച്ച്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഇയർ ഇത് നമ്മൾ ചെയ്യുന്ന അല്ലേ. അപ്പോൾ എക്സ് ടെൻസ് ടു സി എന്നാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ആസ് എക്സ് ടെൻസ് ടു സി എച്ച് എന്താവും എക്സ് സി ആകുമ്പോൾ അല്ല ഇത് സി വന്ന് സി മൈനസ് സി 0 വരും. ആസ് എക്സ് ടെൻസ് ടു സി എക്സ് ടെൻസ് ടു 0 അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെയായിരുന്നു തുടങ്ങി വെച്ച് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി സൈൻ എക്സ് ഈക്വൽ ടു ഇതനുസരിച്ച് നമ്മൾ ഇതെല്ലാം മാറണം. ഇങ്ങനെയാണ് അല്ലേ. എക്സ് ടെൻസ് ടു സി ആകുമ്പോൾ എച്ച് 0 ആവുമെന്ന് പറഞ്ഞു. എക്സ് ടെൻസ് ടു 0. ഇനി എക്സിന് എന്ത് കൊടുക്കണം സി പ്ലസ് എച്ച് സൈൻ സി പ്ലസ് എച്ച് ഇങ്ങനെ വരും. ഇനി നമുക്കറിയാം ഇത് സൈൻ എ പ്ലസ് ബി ഫോർമുല അല്ലേ. സൈൻ എ പ്ലസ് ബി നമുക്കറിയാമല്ലോ. സൈൻ എ പ്ലസ് ബി എന്താ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ പ്ലസ് ബി എന്ന് പറയുന്നത് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സിയും എച്ചും വെച്ച് എഴുതണം. സൈൻ സി കോസ് എച്ച് പ്ലസ് കോസ് സി സൈൻ എച്ച് ഇങ്ങനെയാണ്. ഇനി ഇവിടെ നമ്മൾ ഈ ഓൾജിബ്ര ഓഫ് ലിമിറ്റ്സ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമ്മൾ ലിമിറ്റ് പഠിക്കുമ്പോൾ പറയുന്നുണ്ട് സമ്മിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെയും ലിമിറ്റിൻ്റെ സമ്മാണ്. അപ്പോൾ ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സ് ടെൻസ് ടു 0 ഇത് കോസ് 0 അല്ലേ. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും സൈൻ സി. ഇനി എച്ച് 0 ആകുമ്പോൾ സൈൻ 0 ആണ്. അപ്പോൾ ഈ ഭാഗം തന്നെ വരും 0. ഇവിടെ നോക്കിയാൽ നമ്മൾ തുടങ്ങിയത് എവിടെയാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി സൈൻ എക്സ് ഈക്വൽ ടു സൈൻ സി എന്ന് നോക്കി. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി സൈൻ എക്സ് ഈക്വൽ ടു സൈൻ സി. അപ്പോൾ നമ്മുടെ ഡെഫിനേഷൻ അനുസരിച്ച് വന്നു. ഡെഫിനേഷൻ അനുസരിച്ച് എന്താ കണ്ടിന്യൂറ്റി ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി. ഇതുപോലെ വന്നില്ലേ എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ആയിരുന്നു. എഫ് ഓഫ് സി എന്ന് പറയുന്നത് സൈൻ സി എന്ന് വരും. അപ്പോൾ ഇവിടെ എന്ത് പറയാൻ പറ്റും നമുക്ക് സൈൻ എക്സ് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇതുപോലെ തന്നെ കോസ് എക്സും നമുക്ക് ചെയ്യാം. കോസ് എക്സിനും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇനി അപ്പോൾ ടാൻ എക്സോ ഇനി നമുക്കറിയാം ടാൻ എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സ്
എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ് അല്ലേ. ഇത് നമ്മൾ ഓൾജിബ്ര കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് പഠിക്കുമ്പോൾ പറയുന്നുണ്ട് എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ബൈ ജി അല്ലെങ്കിൽ റാഷണൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. എഫ് ബൈ ജി കണ്ടിന്യൂസ് ആണ്. അപ്പോൾ സൈൻ എക്സ് എന്ന് പറയുന്ന എഫ് ഓഫ് എക്സും കോസ് എക്സ് എന്ന് പറയുന്ന ജി ഓഫ് എക്സും. അപ്പോൾ അതിൻ്റെ കോഷ്യൻ്റ് കണ്ടിന്യൂസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ നമ്മളിപ്പം പറഞ്ഞു സൈൻ എക്സ് കണ്ടിന്യൂസ് ആണ്, അതുപോലെ തന്നെ കോസ് എക്സിൻ്റെയും കണ്ടിന്യൂറ്റി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. വേർഫോർ ടാൻ എക്സ് കണ്ടിന്യൂസ് ആണ്. അപ്പം അങ്ങനെ എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എവരി ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് പറയുന്നുണ്ട്, അതായത് ഒരു തിയറമായിട്ടാണ്. തിയറം എഫും ജിയും രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണെങ്കിൽ അതിൻ്റെ കോമ്പസിഷൻ അല്ലേ, നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. കോമ്പസിഷൻ എഫ് നോട്ട് ജി കണ്ടിന്യൂസ് ആയിരിക്കുന്നു. എഫും ജിയും രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണെങ്കിൽ അതിൻ്റെ കോമ്പസിഷൻ എഫ് നോട്ട് ജി കണ്ടിന്യൂസ് ആയിരിക്കുന്നു. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ അവിടെ ഒരു എക്സാമ്പിൾ 19 പറയുന്നുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ, അതായത് പേജ് നമ്പർ 158 എക്സാമ്പിൾ 19. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് സ്ക്വയർ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് രണ്ട് ഫംഗ്ഷൻ്റെ ഇതെല്ലാം നമുക്കറിയാം, കോമ്പസിഷൻ നമ്മൾ പഠിച്ചതാണല്ലോ. രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പസിഷനായിട്ട് വരുന്നൊരു ഫംഗ്ഷനായി തന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സൈൻ എക്സ് ആയിട്ടും ജി ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആയിട്ടും എടുക്കുന്നു. അപ്പോൾ നമുക്കറിയാം സൈൻ എക്സ് കണ്ടിന്യൂസ് ആണ്, അതുപോലെ തന്നെ ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. പോളിനോമിയൽ ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആണ്, നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തു. അപ്പോൾ നോക്കാം ഇതിൻ്റെ രണ്ടിനെയും കൂടെ കോമ്പസിഷൻ ഇത് വരുമോ നോക്കാം. എഫ് നോട്ട് ജി ഓഫ് എക്സ് അല്ലേ, കോമ്പസിഷൻ ബൈ ഡെഫിനിഷൻ എന്നാ എഫ് നോട്ട് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന എഫ് ഓഫ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാ എക്സ് സ്ക്വയർ. ഇനി എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് സ്ക്വയർ എന്നാ വരും, സൈൻ എക്സ് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഈ എഫ് ഓഫ് എക്സിൻ്റെയും ജി ഓഫ് എക്സിൻ്റെയും കോമ്പസിഷനാണ് ഈ സൈൻ എക്സ് സ്ക്വയർ. നമുക്കറിയാം സൈൻ എക്സ് കണ്ടിന്യൂസ് ആണ്, ഇനി അതുപോലെ എക്സ് സ്ക്വയറും കണ്ടിന്യൂസ് ആണ്. ഇനി തിയറത്തിനകത്ത് നമ്മൾ പറഞ്ഞു എഫും ജിയും രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണെങ്കിൽ അതിൻ്റെ കോമ്പസിഷനായിട്ട് വരുന്ന എഫ് നോട്ട് ജിയും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് ആ തിയറി ഉപയോഗിച്ച് നമുക്ക് എന്നാ പറയാൻ പറ്റും, സൈൻ എക്സ് സ്ക്വയർ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പസിഷൻ, രണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ കോമ്പസിഷനും കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി ഇതിനകത്ത് കുറേ പ്രോബ്ലംസ് ആണ്. എക്സാമ്പിൾ 5.1 അതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഇതിനകത്ത് എക്സസൈസ് 5.1 ക്വസ്റ്റ്യൻ നമ്പർ അതിനാദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലേ, പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x minus 3 is continuous at x equal to 0. At x equal to 0. അപ്പോൾ കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും കാണണം അല്ലേ. അപ്പോൾ എൽ എച്ച് എൽ ലിമിറ്റിനകത്ത് നമ്മൾ ചെയ്ത് അതുപോലെ തന്നെയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 0 മൈനസ് 5x മൈനസ് 3 എത്ര വരും, എത്രയാണ് 0 വരുമ്പോൾ ഇത് -3 ആണ്. ഇനി ആർ എച്ച് എൽ എങ്ങനെ എഴുതണേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് 5x മൈനസ് 3 അതും എത്ര വരും, -3. അപ്പോൾ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും എക്സിസ്റ്റ് ചെയ്യുക ഈക്വലും ആയിരിക്കും. ഇനി എന്തുകൂടെ കണ്ടുപിടിക്കണം, എഫ് ഓഫ് 0. എഫ് ഓഫ് എക്സ് ഇതാണെങ്കിൽ എഫ് ഓഫ് 0 എന്തായിരിക്കും, -3. അപ്പോൾ നോക്കിയേ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ഈക്വലാണ്, അത് എഫ് ഓഫ് 0യോട് ഈക്വലാണ് അല്ലേ. അതുകൊണ്ട് എന്താണ് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് പറയാൻ പറ്റും. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇതും പറയാൻ പറ്റും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0. എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ഈക്വൽ ആയതുകൊണ്ടാണ് എക്സ് ടെൻസ് ടു ഇത് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലേ. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ഈക്വൽ ആയിരിക്കും. അപ്പോൾ 0യിലെ എൽ എച്ച് എല്ലും 0യിലെ ആർ എച്ച് എല്ലും ഈക്വൽ ആയതുകൊണ്ടാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പറയുന്നത് അല്ലേ. ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പറയാൻ പറ്റും ഇത്രയും കൊണ്ട്. ഇനി അത് എഫ് ഓഫ് 0യോട് ഈക്വൽ ആയിരിക്കണം.
സി ആണെങ്കിൽ നമ്മൾ പറയും എഫ് ഓഫ് സി അല്ലേ. എഫ് ഓഫ് 0 എത്ര കിട്ടിയേ? -3 അല്ലേ. therefore the function is continuous at x equal to 0. ഈ ഭാഗത്തുനിന്ന് ഒരു 2 അല്ലെങ്കിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഈ കണ്ടിന്യൂറ്റി ചെറിയൊരു ഭാഗമാണ്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിനകത്തെ ചെറിയൊരു ആദ്യത്തെ ഭാഗമായി കണ്ടിന്യൂറ്റി. ഇവിടെ നിന്നൊരു 3 മാർക്കിന്റെ ചോദ്യം എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. അടുത്തത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് 6ാമത്തെ ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻസ്, അല്ലെങ്കിൽ ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് വേർ എഫ് ഈസ് ഡിഫൈൻഡ് ബൈ എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. കണ്ടിന്യൂസ് ആണോ ഇനി ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ ഏത് പോയിന്റിലാണ് എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 3 ഇഫ് എക്സ് ലെസ് ദാൻ 2 less than or equal to 2 and 2x minus 3 x greater than 2. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ലിമിറ്റിൻ്റെ പ്രോബ്ലം ചെയ്യുന്ന പോലെ തന്നെ ഇതിന് ഒരു ചെറിയൊരു ഭാഗം കൂടെ ഉള്ളൂ കണ്ടിന്യൂറ്റിക്കകത്ത്. അപ്പോൾ LHS കണ്ടുപിടിക്കാം. LHS നമുക്കറിയാം 2ലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത്. 2ൽ കുറവുള്ള പോയിന്റ്സിലെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ 2 കുറവുള്ള പോയിന്റ്സിലെ ഫംഗ്ഷൻ്റെ വാല്യൂ അതിനാണ് നമ്മൾ LHS എന്ന് പറയാം. അപ്പോൾ എക്സ് ലെസ് ദാൻ 2 അല്ലേ, എക്സ് 2ൽ കുറവുള്ള എക്സ് വരുന്നിടത്താണ് നമ്മൾ LHS കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഴുതണം. അപ്പോൾ ലെസ് ദാൻ 2 ഇതല്ലേ ഫംഗ്ഷൻ 2x + 3. അപ്പോൾ എത്ര വരും? എക്സിന് 2 ഇടുന്നു, 2 മൈനസ് ആണെങ്കിലും 2 തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ഇതെന്നാ വരും? 7 അല്ലേ. RHL എക്സ് ഗ്രേറ്റർ ദാൻ 2ലാണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് RHS എക്സ് ഗ്രേറ്റർ ദാൻ 2ൽ ഈ ഫംഗ്ഷൻ എടുക്കണ്ടേ 2x minus 3. അപ്പോൾ എത്ര വരും? എക്സ് 2 ആകുമ്പോൾ 4 minus 3 1. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 7. അപ്പോൾ LHSലും RHSലും ഡിഫറെൻ്റ് ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ LHSലും RHSലും ഇപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന പോലും ഇല്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മതി എഫ് ഓഫ് 2 കണ്ടുപിടിക്കാൻ. ഇവിടുത്തെയാണ് എഫ് ഓഫ് 2 കണ്ടത് ഇതുണ്ട് ഈക്വൽ ടു ഇവിടെ വരണ്ടേ. പക്ഷേ LHSലും RHSലും ഈക്വൽ അല്ലാത്തതുകൊണ്ട് ആ ഭാഗം നമുക്ക് കാണേണ്ട ആവശ്യമില്ല. അപ്പം ആൻസർ എന്നാ വരും? ആൻസർ ഇതിപ്പം ഈക്വൽ അല്ലല്ലോ അല്ലേ, ഡിസ്കണ്ടിന്യൂസ്. ആൻസർ നമ്മൾ അവസാനം എഴുതേണ്ട ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2. ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2. 2ൽ കണ്ടിന്യൂസ് അല്ല. അടുത്തത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു mod x by x, x not equal to 0 and equal to 0 if x equal to 0. ഇനി മുമ്പത്തേനകത്ത് എക്സ് ലെസ് ദാൻ അല്ലെ ഗ്രേറ്റർ ദാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഈക്വൽ ടു. ഇവിടെ ഈ എക്സ് നോട്ട് ഈക്വൽ ടു 0യിൽ വരും. ഏത്? എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ വരും, എക്സ് ലെസ് ദാൻ 0യിൽ. ഇനി 0യിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. ഇനി ഇത് നിങ്ങൾ ചിലപ്പം പെട്ടെന്ന് ചിലത് എങ്ങനെ ചെയ്യാം? LHSലും RHSലും ഇവിടെ തന്നെയാണല്ലോ ചെയ്യേണ്ടത് അല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് mod x by x. ഇത് പെട്ടെന്നല്ല, ഇത് 0 ഇട്ടു ബൈ 0 ഇട്ടു 0 എന്ന് എഴുതും അല്ലേ. mod x 0. പക്ഷെ അങ്ങനെയാണോ എഴുതണ്ടേ? നമ്മൾ mod xന്റെ ഡെഫിനിഷൻ അല്ലേ, mod x ഫംഗ്ഷൻ നമ്മൾ വിശദമായിട്ട് mod x എന്താ, മോഡുലസ് ഫംഗ്ഷൻ എന്താ നമ്മൾ പറയുന്ന അല്ലേ. ഇത് 0 എന്നിട്ട് 0 by 0 എന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് എഴുതാം. പക്ഷെ അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. ഇനി mod xന്റെ ഡെഫിനിഷൻ ഓർക്കുക, നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചേ. mod xന്റെ ഡെഫിനിഷൻ എന്നാ? mod x equal x, x greater than or equal to 0 and equal to minus x, x less than 0 അല്ലേ. എക്സ് 0യേക്കാളും കൂടുതലുള്ള പോയിന്റിൽ mod x എക്സും ലെസ് ദാൻ 0യിൽ മൈനസ് എക്സും. അപ്പോൾ ഈ മോഡുലസ് ഫംഗ്ഷൻ ചേർത്ത് ലിമിറ്റിൻ്റെ പ്രോബ്ലം ആണെങ്കിലും കണ്ടിന്യൂറ്റിയുടെ പ്രോബ്ലം ആണെങ്കിലും ഈ ഡെഫിനിഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ LHSലും എക്സ് നോട്ട് ഈക്വൽ 0 എന്ന് പറയുമ്പോൾ LHSലും RHSലും ഇവിടെ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ LHSൽ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് mod x by x. 0 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ 0. അപ്പം എക്സ് ലെസ് ദാൻ 0യിൽ നമുക്കറിയാം mod x എന്തായിരിക്കും? മൈനസ് എക്സ് ആണ്. അപ്പോൾ മൈനസ് എക്സ് ബൈ എക്സ് എന്നതാ -1 ആണ്. ഇനി RHSൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് mod x by x
ഈക്വൽ ടു ഇനി 0 പ്ലസ് എന്ന് പറയുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ മോഡ് എക്സ് എന്താ? എക്സ് ആണ്. ഇവിടെ ഇങ്ങനെ എഴുതണേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എക്സ് ബൈ എക്സ്. എക്സ് ബൈ എക്സ് എന്താ വരുന്നത്? 1 ആ വരുന്നത്. അപ്പോൾ LHൽ -1ഉം RH 1ഉം. പിന്നെ അടുത്ത ഭാഗം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ മാത്രമേ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ LHL നോട്ട് ഈക്വൽ ടു RHL. Therefore the function is not continuous, or discontinuous at x equal to 0. ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ. f of x equal to x plus 1, x greater than or equal to 1, x square plus 1, x less than 1. അപ്പോൾ ഇവിടെ 1ലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ LHൽ കണ്ടുപിടിക്കാം. LHL ഈക്വൽ ടു ഇതല്ലേ, ലെസ് ദാൻ 1ലാണ് LHൽ കാണേണ്ടത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് ഇതെടുക്കണം ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് 1. 1 മൈനസ് ആണെങ്കിൽ ഇവിടെ 1 ആണ് ഇടുന്നത്. അപ്പോൾ എന്നാ വരും? 2 വരും. 2. ഇനി RHL ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ 1ൽ RHൽ കണ്ടത് എക്സ് പ്ലസ് 1. എത്ര വരും? 2. അപ്പോൾ ഇവിടെ കിട്ടി LHലും RHലും ഈക്വലാണ്. അപ്പോൾ LHലും RHലും ഈക്വലാണ്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റിയുടെ അടുത്ത ഭാഗം നോക്കാം. അടുത്ത സ്റ്റെപ്പ് എന്നാ? LHലും RHലും ഈക്വലാണെങ്കിൽ എന്തുകൂടെ നോക്കണം? f(1) നോക്കണം. അതായത് x ഈക്വൽ ടു 1ൽ ഫംഗ്ഷൻ്റെ വാല്യൂ f(1) എന്ന് പറയുമ്പോൾ അതും ഇവിടെ എടുക്കണ്ടേ. അപ്പോൾ 1 + 1 2 വരും. അപ്പോൾ നോക്കി ഇതെല്ലാം ഈക്വലാണ്. അതുകൊണ്ട് നമുക്ക് എന്നാ പറയാൻ പറ്റും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 f of x ഈക്വൽ ടു f of 2. ഇതെല്ലാം ഈക്വലായിട്ട് വരുന്നത്. സോറി, എക്സ് ടെൻസ് ടു 2 അല്ലല്ലോ, 1 അല്ലേ? 1ലല്ലേ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണ്ടേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 f of x ഈക്വൽ ടു f of 1. Therefore the function is continuous at x equal to 1. അപ്പോൾ അങ്ങനെ കുറേ പ്രോബ്ലംസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്യണം അതൊക്കെ. പിന്നെ ഉള്ളത് ഇനി 2 പോയിന്റിൽ തന്നിരിക്കുന്നുണ്ട്, അതൊന്നും ചെയ്യാം. f of x equal to 3 if 0 less than or equal to x less than or equal to 1. 4 1 less than x less than 3. 5 3 less than or equal to x less than or equal. 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. x less than or equal to 10. അപ്പം ഇതിന് മുമ്പ് നമ്മൾ ചെയ്തതിനകത്തൊക്കെ ഏതെങ്കിലും 1ലോ 2ലോ ഒക്കെ മാത്രം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നു. ആ പോയിന്റിലെ LHലും RHലും നമ്മൾ കണ്ടുപിടിച്ച് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യും. ഇവിടെ നോക്കി, ഇത് 0യിൽ നോക്കേണ്ട കാര്യമില്ല. ഇത് 0യിൽ ഒരു ഭാഗം മാത്രമേ വന്നിട്ടുള്ളൂ. അതുപോലെ 10ൻ്റെയും അല്ലെ LHൽ വരുന്ന ഭാഗം മാത്രമേ 10ൻ്റെ ഉള്ളൂ. അപ്പം നമുക്ക് 1ൻ്റെ 2 ഇവിടെ വന്നിട്ടുണ്ടല്ലോ. 1ൻ്റെ 3ൻ്റെ നോക്കിയാൽ മതി. അപ്പോൾ 1ലെ നോക്കാം ആദ്യം. ലിമിറ്റ് എക്സ്റ്റെൻസ് LHL 1ലെ എക്സ് ടെൻസ് ടു 1 മൈനസ്. അപ്പോൾ ഇത് 1 ലെസ് ദാൻ എക്സ്, ഇതിവിടെ ഇറങ്ങുന്നത് അല്ലേ, എക്സ് ലെസ് ദാൻ 1. ഇപ്പോൾ എക്സ് ലെസ് ദാൻ 1ൽ വാല്യൂ തന്നിട്ടുണ്ടല്ലോ അല്ലേ, എത്രയാ? 3 അല്ലേ? 3. ഇനി RHL ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് 1 ലെസ് ദാൻ എക്സ് എന്ന് പറഞ്ഞാൽ തിരിച്ച് അവിടെ എഴുതി കഴിയുമ്പോൾ എന്നാ വരും? എക്സ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഇവിടെയാണ് 1ലെ RHൽ കണ്ടത്. അതിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. എക്സ് ഉള്ള ഭാഗം ഉണ്ടെങ്കിൽ എക്സിന് വാല്യൂ കൊടുത്താൽ മതി. കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നിരിക്കുന്നെങ്കിൽ അതായിരിക്കും വാല്യൂ.
അപ്പോൾ 1 പ്ലസ് വരുമ്പോൾ എത്ര വരും? 4. ഇവിടെ നോക്കി 3ഉം 4ഉം LHലും RHലും ഈക്വൽ അല്ല. LHL നോട്ട് ഈക്വൽ ടു RHL. അതുകൊണ്ട് 1ൽ അല്ലേ, 1ലെ നമ്മളിപ്പോൾ ചെക്ക് ചെയ്തേ, 1ൽ ഡിസ്കണ്ടിന്യൂസ് ആണ്, 1ൽ കണ്ടിന്യൂസ് അല്ല. ഇനി ഇവിടെ ഈ 3ലെയും കൂടെ നമ്മൾ നോക്കണം. 0നും 10ൻ്റെയും നോക്കണ്ട, അതിൻ്റെ പകുതി ഭാഗം വെച്ചല്ലേ ഉള്ളൂ. അപ്പോൾ 1ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഇനി 3ലെ നോക്കുക. 3ലെ LHൻ്റെ ഇവിടെയാണ് നോക്കണ്ടേ. LH ലിമിറ്റ് x ടെൻസ് ടു 3 മൈനസ് x ലെസ് ദാൻ 3 വരുന്നിടത്തല്ലേ. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ടല്ലോ എത്രയാണ്? 4 അല്ലേ. ഇനി RHL ലിമിറ്റ് x ടെൻസ് ടു 3 പ്ലസ് എന്ന് പറഞ്ഞാൽ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x എന്ന് പറഞ്ഞാൽ തിരിച്ചെഴുതുന്നത് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. ഇവിടെ എത്രയാണ് തന്നിട്ടുണ്ട്? 5. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം LHൽ 4ഉം RHൽ 5ഉം ആണ്. രണ്ടും ഈക്വൽ അല്ല. അതുകൊണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ ഇത് ഒന്നിൽ കൂടുതൽ പോയിന്റ്സിലെ കണ്ടിന്യൂറ്റി ചെയ്യാൻ പറഞ്ഞാൽ ഇതുപോലെ ചെയ്യണം. LHലും RHലും രണ്ടും ഡിഫൈൻഡ് ആയിട്ടുള്ള ഭാഗത്തെ മാത്രം എടുത്ത് ചെയ്താൽ മതിയാവും. ഇനി അവിടെ മേലുള്ള ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദി ഫോളോയിങ് ഫങ്ഷൻസ്. ഇതിനകത്ത് ആദ്യത്തെ ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. രണ്ട് ഫംഗ്ഷൻ്റെ സമ്മ് അല്ലേ. നമ്മൾ ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, രണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ അല്ലെ എഫ് പ്ലസ് ജി, എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് പ്ലസ് ജി കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഒരെണ്ണം സൈൻ എക്സ് ആയിട്ട് എടുക്കുന്നു. സൈൻ എക്സ് കണ്ടിന്യൂസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി അടുത്ത കോസ് എക്സ്, കോസ് എക്സും കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള രണ്ട് ഫംഗ്ഷൻ്റെ സമ്മും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഏറെ മാർക്കിൻ്റെയൊക്കെയാണ് സൈൻ എക്സിൻ്റെ കണ്ടിന്യൂറ്റി നമ്മൾ മുമ്പേ പ്രൂവ് ചെയ്ത പോലെ ചെയ്യണം. എന്നിട്ട് ഓൾസോ കോസ് എക്സ് കണ്ടിന്യൂസ് ആണ്. ഇപ്പോൾ രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ സമ്മും കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ എഴുതണം മാർക്ക് അനുസരിച്ച്. അല്ലെങ്കിൽ സൈൻ എക്സും കോസ് എക്സും കണ്ടിന്യൂസ് ആയതുകൊണ്ട് അതിൻ്റെ സമ്മും കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ ഡിഫറൻസ് അതിൻ്റെ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് അതിൻ്റെ തൊട്ടടുത്ത് കൊടുത്തിട്ടുണ്ട്. സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്, ഇതെല്ലാം ഈ ഇത് പറഞ്ഞ പോലെ എഴുതിയാൽ മതി. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് വെയർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ എക്സ്, എക്സ് ലെസ് ദാൻ 0 and x plus 1 x greater than or equal to 0. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. ഇപ്പോൾ എക്സ് ലെസ് ദാൻ 0 അല്ലേ. ഇപ്പോൾ LHൽ കാണേണ്ട ഇവിടെയാണ്. LHൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് സൈൻ എക്സ് ബൈ എക്സ്. ഇതിപ്പം സൈൻ 0/0 എന്ന് പറഞ്ഞാൽ എഴുതി ചെയ്യത്തില്ല. ഡിനോമിനേറ്റർ 0 ആയാൽ നോട്ട് ഡിഫൈൻഡാണ്. ഇനി നമ്മൾ അതിനൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഫസ്റ്റ് ഇയർ ലിമിറ്റ് പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിക്കുന്ന അല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്തായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, എന്താ 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് 1 എന്ന് പറഞ്ഞ് നമ്മളൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിക്കുന്നുണ്ട്. അപ്പം എക്സ് ടെൻസ് ടു 0 മൈനസ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 1. ഇനി RHL ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ 0-ലല്ലേ RHൽ കാണണ്ടേ. അപ്പോൾ എത്ര വരും? 0 എക്സ് 0 ആകുന്നു 1 വരും. എക്സ് പ്ലസ് 1 ഈക്വൽ ടു 1. അപ്പോൾ LHലും RHലും ഈക്വലാണ്. ഇനി അതുപോലെ തന്നെ എഫ് ഓഫ് 0 ഇവിടെയാണ് കാണണ്ടേ. എഫ് ഓഫ് 0 എത്രയായിരിക്കും? 1. അപ്പം LHലും RHലും ഈക്വലാണ്. അത് എഫ് ഓഫ് 0യോടും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി പിന്നെ ഇതിനകത്ത് ഒന്നെങ്കിൽ ഇതുപോലെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇനി അതല്ലാതെ ഇതിനകത്തെ ഈ കണ്ടിന്യൂറ്റിയുടെ ഈ ഭാഗത്തുനിന്ന് വേറൊരു തരത്തിലാണ് ചിലപ്പോൾ ചോദിക്കാറുള്ളത്. ഫൈൻഡ് ദ, അതായത് 26ാമത്തെ ക്വസ്റ്റ്യൻ, അതിൻ്റെ മേളിൽ ക്വസ്റ്റ്യൻ ഇത് പറയുന്നുണ്ട്. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് കെ സോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ ഇൻഡിക്കേറ്റഡ് പോയിന്റ്സ്. അതായത്
ഒരു ഫംഗ്ഷൻ തരും, അത് ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞ് തരും. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 27ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇനി 3 എക്സ് ഗ്രേറ്റർ ദാൻ 2. എന്നിട്ട് ബാക്കി ഇതാണ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2. ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 2ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. പിന്നെ കണ്ടിന്യൂസ് ആണ് തന്നിട്ട് അതിനകത്തൊരു കോൺസ്റ്റന്റ് കാണും, ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ട ഇതാണ്. ഇത് എഴുതുന്നതിന് തന്നെ ഉണ്ട് 1 മാർക്ക്. കണ്ടിന്യൂസ് ആയതുകൊണ്ട് എന്താ എൽ എച്ചിലും ആർ എച്ചിലും ഈക്വൽ ആയിരിക്കും. ഇവിടുന്ന് ഒരുമിച്ച് അങ്ങനെ ചെയ്തു പോയാൽ മതി. അപ്പോൾ നമുക്കറിയാം എൽ എച്ചിൽ ഇവിടെയല്ലേ കാണണ്ടേ അല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് ലെസ് ദാൻ 2 കെ എക്സ് സ്ക്വയർ ഈക്വൽ ടു ആർ എച്ചിൽ ഇവിടെയല്ലേ എക്സ് ഗ്രേറ്റർ ദാൻ 2 ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് 3. ഇനി 2 വരുമ്പോൾ ഇവിടെ എത്ര വരും? 4k അല്ലേ. എക്സ് 2 വരുമ്പോൾ എക്സ് സ്ക്വയർ ആകുമ്പോൾ 4k ഈക്വൽ ടു ഇവിടെ പിന്നെ എക്സ് ഇല്ലല്ലോ, അപ്പം അത് എത്രയാ 3. അപ്പം therefore k ഈക്വൽ ടു 3/4 കോൺസ്റ്റന്റിന്റെ വാല്യൂ കിട്ടും. അപ്പോൾ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് എൽ എച്ച് എൽ ഈക്വൽ ടു ആർ എച്ച് എന്ന് പറഞ്ഞ് ചെയ്തു തുടങ്ങാം. കെയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ ചോദിക്കുന്നതിലും കൂടുതലായിട്ടും ഇതുപോലെ കോൺസ്റ്റന്റിന്റെ വാല്യൂ കാണാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കാണുന്നത്. ഇവിടെ പല ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം അടുത്ത ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സ് പ്ലസ് 1 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 cos x x ഗ്രേറ്റർ ദാൻ 5. ഇനി ഇതിന്റെ ബാക്കി ഇതാണ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 5. ഇങ്ങനെയാണ് കോൺസ്റ്റന്റിന്റെ വാല്യൂ കാണാം. അപ്പം മുമ്പേ ഇതുപോലെ തന്നെ എൽ എച്ച് എൽ ഈക്വൽ ടു എൽ എച്ച് എൽ ഈക്വൽ ടു ആർ എച്ച് എൽ. ഇനി എക്സ് ലെസ് ദാൻ 5ലാണ് എൽ എച്ച് എൽ കാണേണ്ടത്. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് കെ എക്സ് പ്ലസ് 1 ഈക്വൽ ടു ആർ എച്ച് എൽ ഇവിടെയാണ് വേണ്ടത് അല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് കോസ് എക്സ്. ഇത് എക്സ് ടെൻസ് ടു 5 ആകുമ്പോൾ ഇവിടെ തന്നെ വരും പൈ കെ പൈ പ്ലസ് 1 ഈക്വൽ ടു പൈ കോസ് പൈ നമുക്കറിയാം -1 ആണ്. അപ്പം കെ പൈ ഈക്വൽ ടു ഇതപ്പുറത്ത് പോകുമ്പോൾ -2 വരും. അപ്പം പൈ കെ അല്ലേ കണ്ടുപിടിക്കണ്ടേ. therefore k ഈക്വൽ ടു -2/5 അതായിരിക്കും കെയുടെ വാല്യൂ. ഇനി ഇതും മുമ്പ് നമ്മൾ ഒന്നിൽ കൂടുതൽ പോയിന്റ്സിലെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തു. അതുപോലെ ഇവിടെയും കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള അങ്ങനത്തെ ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്തെ 30ാമത്തെ ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5 x less than or equal to 2 ax plus b 2 less than x less than 10 21 x greater than or equal to 10. അപ്പോൾ ഇതിന്റെ ബാക്കി ഇങ്ങനെയാണ് തരുന്നത്. ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ അറിയാം 2 പോയിന്റിൽ ഇവിടെ അല്ലേ. ഇവിടെ 2 കോൺസ്റ്റന്റ് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ മുമ്പത്തെ അതൊക്കെ ഒരു കോൺസ്റ്റന്റേ ഉള്ളായിരുന്നു, കെ മാത്രം. ഇവിടെ 2 കോൺസ്റ്റന്റ്സ് ഉണ്ട്, എയും ബിയും. അപ്പം 2 കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ 2 പോയിന്റിൽ കണ്ടിന്യൂറ്റി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നോക്കിയാൽ അറിയാം 2ലും ഉണ്ട്, ഇവിടെ ഫംഗ്ഷൻ എടുത്തിട്ടുണ്ട്, 10ലും എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഇപ്പൊ 2ൽ കണ്ടിന്യൂസ് ആണെന്നാണ്, 2ലും 10ലും കണ്ടിന്യൂസ് ആണെന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 2ൽ അങ്ങ് ചെയ്യാം. മറ്റേ എക്സ് ഈക്വൽ ടു 2ൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് എന്തെടുക്കാം? എൽ എച്ച് എൽ ഈക്വൽ ടു ആർ എച്ച് എൽ. അപ്പോൾ എൽ എച്ച് എൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് ഇവിടെ എടുക്കണ്ടേ അല്ലേ 5 ഈക്വൽ ടു ആർ എച്ച് എൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് അല്ലേ 2 ലെസ് ദാൻ എക്സ് എന്ന് പറഞ്ഞാൽ തിരിച്ചെഴുതുമ്പോൾ അത് എക്സ് ഗ്രേറ്റർ ദാൻ 2. ഇവിടെയാണ് ആർ എച്ച് എൽ വരേണ്ടത്. എ എക്സ് പ്ലസ് ബി. ഇവിടെ കോൺസ്റ്റന്റ് അല്ലേ 5 ഈക്വൽ ടു ഇത് 2 ആകുന്നു. 2 വരുമ്പോൾ തന്നെ വരും 2a പ്ലസ് ബി
ഇത് ഇക്വേഷൻ 1. അപ്പോൾ 2ലെ കണ്ടിന്യൂറ്റി എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടി. 2a + b = 5. ഇനി അടുത്ത ഏതാ ചെയ്യേണ്ടത്? 10ലും കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നുണ്ടല്ലോ. 10ൽ കണ്ടിന്യൂസ് ആണ്. ഇപ്പം 10ൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് x = 10. LHലും RHലും ഈക്വൽ ആയിരിക്കും 10ൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട്. ലിമിറ്റ് x → 10 മൈനസ് ഇത് കണ്ട x <10. ഇവിടെയാണ് LHൽ കാണേണ്ടത്. ax + b = ലിമിറ്റ് x → 10 പ്ലസ് x > 10 ഇതല്ലേ 21. അപ്പം ഇവിടെ എന്ത് വരും? x 10 ആവും. ഇത് 10a + b = ഇത് 21. ഇത് ഇക്വേഷൻ 2. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. 2a + b = 5 10a + b = 21. അപ്പോൾ എയും ബി രണ്ട് അൺനോൺസ് ഉള്ള ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് അൺനോൺസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ? ലീനിയർ ഇക്വേഷൻ. അതുപോലെ രണ്ട് ഇക്വേഷൻസ് ആണിത്. ഇതിനെ നമുക്ക് തിരിച്ചങ്ങ് എഴുതാം. 2a + b = 5. 2a + b = 5 അല്ലേ? ഇത് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ എന്നാ വരും? 8a = ഇവിടെ 16. അപ്പോൾ a എന്നാ വരും? a = 2. ഈ എയുടെ വാല്യൂ ഇത് ഏതിലേലും ഇക്വേഷനിൽ കൊടുത്തു കഴിയുമ്പോൾ b കിട്ടും. ഇതിനകത്തോട് കൊടുക്കുന്നു. അപ്പം ഇതെന്നാ വരും? 4a + b = 5. a 2 അല്ലേ? 4a 2a + b 4 അല്ലേ? 4 a 2 ആയതുകൊണ്ട് ഇവിടെ 4 വരും. 4 + b = 5. b എന്നാ വരും? 5 - 4 = 1. a 2 b 1. അപ്പോൾ രണ്ട് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ട് കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ രണ്ട് പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് പറഞ്ഞിരിക്കും. ഒരെണ്ണമാണെങ്കിൽ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് തരും. ഇനി അതിൻ്റെ 31 അതിൻ്റെ താഴോട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. 31ാമത്തെ ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ f of x = cos x². f of x = cos x². മുമ്പ് നമ്മൾ sin x² ചെയ്തല്ലോ അല്ലേ? കോമ്പസിഷൻ വെച്ച്. അപ്പോൾ ആ കോമ്പസിഷൻ ഫംഗ്ഷൻ ഇതുപോലുള്ള ഫംഗ്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണ്ടാൽ മതി. ഏതെങ്കിലും രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പസിഷൻ ആയിരിക്കും. അപ്പോൾ f of x cos x എടുക്കുക, g of x x² ചെയ്ത് നോക്കിയാൽ അറിയാം. f0 g of x എന്ന് പറയുന്നത് ഈ cos x² ആയിരിക്കും. cos x². cos x കണ്ടിന്യൂസ് ആണ്. x² പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ കോമ്പസിഷനും കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ വേറെ കൊടുത്തിട്ടുണ്ട് മോഡ് cos x. അപ്പോൾ ഒരു ഫംഗ്ഷൻ cos x എന്നും g of x mod x എന്നും എടുക്കുക. എന്നിട്ട് ഒന്നേ f0 g ആയിരിക്കും, അല്ലെങ്കിൽ g0 f ചെയ്യുമ്പോൾ ഇത് കിട്ടും കോമ്പസിഷൻ. ഇപ്പോൾ മോഡുലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു അല്ലേ? മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വെറുതെ വരച്ച് വെച്ചാൽ പോലും നമുക്ക് പറയാം കണ്ടിന്യൂസ് ആണ്. പേന എടുക്കാതെ നമുക്ക് നേരെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും മോഡുലസ് ഫംഗ്ഷൻ. പിന്നെ അതുപോലെ വേറെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് sin mod x. പറഞ്ഞ sin x എടുക്കുക, അടുത്തത് mod x എന്ന് എടുക്കുക. അപ്പം ഇനി ബാക്കി പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങൾ ചെയ്യുക. അപ്പം ഇതാണ് ഇതിൻ്റെ ആദ്യ ഭാഗത്തെ കണ്ടിന്യൂറ്റിയുടെ. ഇനി അടുത്തത് ഡിഫറൻഷ്യബിലിറ്റി. നിങ്ങൾ കഴിഞ്ഞ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഡിഫറൻസിയേഷൻ്റെ കണ്ടിന്യൂവേഷനാണത്. അപ്പം ഇവിടെ കൊണ്ട് നമുക്ക് നിർത്താം. അപ്പോൾ കണ്ടിന്യൂറ്റിയുടെ ഭാഗം നമ്മൾ കഴിഞ്ഞു. Thank you.